السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമി' എന്ന് പറയുന്ന അവസാനത്തെ അധ്യായമാണ്. അതിലുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു അധ്യായത്തിനാണ് കിതാബ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ കിതാബുൽ ജാമി' 6 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ ബാബു സുഹ്ദി വൽ വറ, ഭൗതിക വിരക്തിയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആഖിറത്തിലേക്ക്, സുഹദ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് ഉപകാരമില്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ വറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാദ്യമായി നമ്മൾ വായിക്കുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന എന്ന് പ്രത്യേകം അറിയപ്പെട്ട ഒരു സഹാബിയാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അഖ്റജഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു സമുദായത്തോട് സാദൃശ്യപ്പെടുക? അവൻ ആ സമുദായം പ്രത്യേകമായി ചെയ്യുന്ന സാദൃശ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവനിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ സാദൃശ്യം പല രൂപത്തിൽ അവൻ കൊണ്ടുവരും. ചിലപ്പോൾ ആ സമുദായത്തിന് പ്രത്യേകമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ ഇവൻ സാദൃശ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെയുള്ള സാദൃശ്യം ഉണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും ഗൗരവമുള്ള സാദൃശ്യപ്പെടലാണ്. കാരണം ഇസ്ലാം അല്ലാത്ത എല്ലാ സമുദായവും വലാലത്തിന്റെ, വഴികേടിന്റെ സമുദായങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ സാദൃശ്യപ്പെട്ടാൽ അത് അവന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മതിയായതായിരിക്കണം. ഇനി ഇബാദത്തുകളിൽ സാദൃശ്യപ്പെടുന്ന അവസ്ഥ ഉണ്ട്. മറ്റു മതക്കാരുടെ ഇബാദത്ത്, ആരാധനാ രീതികൾ നമ്മൾ സാദൃശ്യപ്പെടുക, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകളുടെ പ്രത്യേക രീതികളുള്ള ആരാധന കർമ്മങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അതിനോട് സാദൃശ്യപ്പെടുക, അങ്ങനെയുണ്ട്. അതുപോലെ വസ്ത്രധാരണയിലുള്ള സാദൃശ്യങ്ങളുണ്ട്. അതുപോലെ ആഭരണങ്ങൾ, മറ്റു മതസ്ഥർ പ്രത്യേകമായി ധരിക്കുന്ന ആഭരണങ്ങൾ, അങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടുള്ള സാദൃശ്യപ്പെടലുണ്ട്. ഇതിനല്ലാത്ത ദൈനംദിനികമായ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്, ആദാത്തുകളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ദൈനംദിന രീതികളുണ്ടെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഹദീസ് അങ്ങനെ മൊത്തത്തിലാണ്, മുഴുവൻ വിഷയങ്ങളെയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഹുവ മിൻഹും, അപ്പോൾ അവൻ അവരിൽപ്പെട്ടവനായി എന്നുള്ളത് അത് വ്യത്യസ്ത മറ്റു തെളിവുകളാൽ വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ആമായ പൊതുവായി വന്ന നിയമമാണ്. അതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായ വിശദീകരണമാണ് ഉണ്ടായിരിക്കുക. സഹോദരങ്ങളെ, ഉദാഹരണത്തിന് ഒരാൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ മറ്റൊരു വിഭാഗത്തോട് സാദൃശ്യപ്പെട്ടാൽ അത് ശിർക്ക് പരമായ വിശ്വാസമാണ് എങ്കിൽ സഹോദരങ്ങളെ, അതോടുകൂടി നമ്മുടെ അഖീദ ഫസാദായിപ്പോയി, ഇല്ലാതായിപ്പോയി. മറ്റു മതസ്ഥർ അവർ അവരുടെ ദൈവങ്ങളെ കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടാൽ, അള്ളാഹു തആലക്ക് ശുപാർശകരുണ്ട്, അള്ളാഹുലേക്ക് അടുപ്പിക്കാനായി
അവതാര പുരുഷന്മാരുണ്ട് എന്നവർ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ നബിമാരും സാലിഹ്യങ്ങളും ഒക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ആളുകളാണ്. നമ്മൾ അവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ അവർ നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കും, അവർ നമ്മെ ശുപാർശകരാക്കും തുടങ്ങിയ ഇബാദത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ സാദൃശ്യപ്പെടുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, അഖീദയുടെ കാര്യത്തിലാണെങ്കിൽ, വിശ്വാസപരമായ കാര്യത്തിലാണ് എങ്കിൽ അത് ഗൗരവമുള്ള, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മതിയായ കാര്യമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ സാദൃശ്യപ്പെടും. ഇപ്പോൾ ചില അഗ്നി ആരാധകർക്ക് അവരുടേതായ ചില രീതികൾ ഉണ്ടാകും. അതുപോലെ തന്നെ മജൂസികൾക്ക് അവരുടേതായ ചില രീതികൾ ഉണ്ടാകും. ലൈറ്റൊക്കെ അണച്ചുകൊണ്ട് ഒരു മെഴുകുതിരി വട്ടത്തിൽ അങ്ങനെയുള്ള ഇബാദത്തുകൾ നടത്തുന്ന ചില ആരാധന കർമ്മങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില സൂഫികളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക രൂപത്തിൽ ആട്ടവും തുള്ളലും ഒക്കെ ആയിട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന രൂപങ്ങളുണ്ട്. അത് നമ്മൾ അനുകരിക്കാൻ പാടില്ല. അത് നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ സാധാരണ ആദാത്തുകളിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ മറ്റു സമുദായത്തിന് പ്രത്യേകമായ ചില രീതികളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് പലരും ഇത് പുരോഗമനമാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് വെസ്റ്റേൺ കൾച്ചറുകളൊക്കെ അവരുടെ ആദാത്തുകളൊക്കെ അതുപോലെ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇസ്ലാമിന് എതിരായിക്കൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണത്. ഇപ്പോൾ ഇടതു കൈ കൊണ്ട് ഭക്ഷിക്കുക എന്നൊക്കെ ചിലരത് പുരോഗമനമാണ്, രണ്ട് കൈയും കൂടി കൂട്ടി വേണം നമ്മൾ ഭക്ഷിക്കാൻ. ഒരു കൈ കൊണ്ട് മുറിക്കുന്നു, ഒരു കൈ കൊണ്ട് എടുത്തു വെക്കുന്നു, അങ്ങനെ എടുത്തായാലും വലത്തായാലും ഒക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ രൂപത്തിലൊക്കെ പുരോഗമനമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരനുകരിക്കുന്ന ആളുകളുണ്ട്. അക്കൂട്ടരും ആ വിഷയത്തിൽ അവരോട് അനുകരിക്കുന്നവരാണ്. പിന്നെയുള്ളതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. കുഫാറുകൾ പ്രത്യേകമായി ധരിക്കുന്ന വസ്ത്രധാരണങ്ങൾ, അതായത് അത് ധരിച്ചു കഴിഞ്ഞാൽ ആളുകൾ നോക്കിയാൽ ഇതൊരു ഇന്ന മതത്തിന്റെ ആളാണ്, ഇന്ന ജാതിയുടെ ആളാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ഒരാൾ ധരിക്കുന്നത് എങ്കിൽ അത് പാടില്ല. കാരണം അത് അവർക്ക് പ്രത്യേകമായിട്ട് നിലനിൽക്കുന്ന വസ്ത്രമാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഒരു മുസ്ലിം ധരിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ പറഞ്ഞു ഫഹുവ മിൻഹും എന്ന് പറഞ്ഞു. അങ്ങനെ സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരായി എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഒരാൾ ഒരു കാഫിറിന്റെ വിശ്വാസമോ ആചാരമോ അങ്ങനെയൊക്കെയാണോ, അതല്ല അതിന്റെ രൂപമൊക്കെയാണ് ഒരാൾ പിൻപറ്റിയിട്ടുള്ളത് എങ്കിൽ, സാദൃശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അതിന്റെ അർത്ഥം ഫഹുവ മിൻഹും എന്ന് പറഞ്ഞാൽ ഫഹുവ കാഫിർ എന്നാണോ, അവൻ കാഫിറായി എന്നാണോ എന്ന് നിരുപാധികമായി പറയാൻ സാധിക്കുന്നതല്ല. പണ്ഡിതന്മാർ പറയുന്നു ഹുവ അല ഹസബി ശിബ്ഹ്, അവൻ ഏത് വിഷയത്തിലാണോ സാദൃശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നാം തുടക്കത്തിൽ പറഞ്ഞു വിശ്വാസപരമായ സാദൃശ്യപ്പെടലാണ് എങ്കിൽ, അവനുള്ളതുപോലെയുള്ള വിശ്വാസമാണ് ഇവനുള്ളത് എങ്കിൽ, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള വിശ്വാസമാണ് ഇവനെങ്കിൽ ഫഹുവ മിൻഹും, ശരിയാണ്, അവൻ കാഫിറായി പോകും. ശിർക്കൻ വിശ്വാസങ്ങൾ ഇവന്റെ വിശ്വാസമായി ഇവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകും. അപ്പൊ അദ്വൈതവാദം, എല്ലാത്തിലും ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം, അത് മറ്റു മതസ്ഥരിലുള്ള വിശ്വാസമാണ്. അതേ വിശ്വാസം ഒരു സൂഫി അവൻ പറയാണ് എല്ലാത്തിലും റബ്ബുണ്ട്, ഞാനും നീയും ഒക്കെ റബ്ബാണ്, ഞാനും നീയും റബ്ബല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാത്തിലും റബ്ബിന്റെ അംശം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, നഊദുബില്ല. അങ്ങനെയുള്ള വിശ്വാസം ഒരാൾക്കുണ്ട് എങ്കിൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുക. അത് വിശ്വാസപരമായ സാദൃശ്യപ്പെടലാണ്. എന്നാൽ അതല്ലാത്ത, ഉദാഹരണത്തിന് വസ്ത്രധാരണത്തിൽ കാഫറുകൾ മാത്രം ധരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രം നമ്മൾ വിചാരിക്കുക. വസ്ത്രധാരണത്തിൽ ഒരാൾ അതേപോലെ സാദൃശ്യപ്പെട്ടാൽ അവൻ കാഫിറാണ് എന്ന് നമ്മൾ പറയുമോ? അതല്ല, അവൻ ആ ചെയ്ത പ്രവൃത്തിയിൽ അവരോട് സാദൃശ്യപ്പെട്ടു എന്ന് പറയുമോ? രണ്ടാമത്തേതാണ്. അതായത് ആ ചെയ്ത പ്രവൃത്തിയിൽ അവൻ സാദൃശ്യപ്പെട്ടു എന്നേ നമ്മൾ പറയുകയുള്ളൂ. അതല്ലാതെ അങ്ങനെ ഒരു വസ്ത്രധാരണം അവൻ സ്വീകരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവൻ കാഫിറാണ് എന്ന് പറയുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ബാഹ്യമായ സാദൃശ്യപ്പെടൽ വഴിയെ അത് അവന്റെ വിശ്വാസം കൂടി അതേപോലെ സാദൃശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഭാവിയിൽ അവൻ അവരിൽ പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥത്തിൽ പറഞ്ഞതാണ് എന്നാണ്. അതായത് രണ്ടാലൊരു വ്യാഖ്യാനമാണ്. വസ്ത്രം പോലെയുള്ള അവിശ്വാസികളുടെ വസ്ത്രം പോലെയുള്ളവ ധരിക്കുന്നത് രണ്ടാലൊരു വ്യാഖ്യാനമാണ്. ഒന്നുകിൽ അവൻ ഇപ്പോൾ ആ വിഷയത്തിൽ അവരോട് സാദൃശ്യപ്പെട്ടു, അവൻ അവരുടെ കുഫറിലെത്തിയിട്ടൊന്നുമില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം, ഇപ്പോൾ അവൻ ബാഹ്യമായി അവരുടെ വിഷയത്തിലാണ് എങ്കിലും, അവരുടെ രൂപത്തിലാണ് എങ്കിലും, പിന്നീട് വിശ്വാസപരമായി അവൻ അവരിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. അതായത് അവന്റെ മആൽ, ഭാവിയിലേക്ക് വരുന്ന കാര്യത്തിൽ
അവരോടൊപ്പമാണ്, ഫഹുവ മിൻഹും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സ്വാഭാവികമായും സഹോദരങ്ങളെ, ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ള രൂപം വേഷമൊക്കെ വേറൊരു വിഭാഗത്തിലുള്ള ആളുകൾ ധരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ മനസ്സിന് അവരോടൊരു ഇഷ്ടമുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്, അതിനോടൊരു താല്പര്യമുണ്ടാകാൻ. അല്ലെ, ഏതെങ്കിലുമൊക്കെ മറ്റ് മതസ്ഥരുടെ പുരോഹിതന്മാരൊക്കെ ധരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രം മുസ്ലിമായ ഒരാൾ ധരിക്കുകയാണ്, അതേപോലെയുള്ള രൂപത്തിലുള്ള ഒരു മറ്റു മതസ്ഥരുടെ പുരോഹിത വർഗങ്ങളും അവരുടെ ആചാര്യന്മാരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു മുസ്ലിം ധരിക്കുകയാണെന്ന് വിചാരിക്കുക. അത് വഴിയെ അവരുടെ വിശ്വാസത്തോട് തന്നെ അവൻ അടുപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഫഹുവ മിൻഹും, അവൻ പിന്നീട് അവരിലേക്ക് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിൽ അവൻ ആ വിഷയത്തിൽ അവരോടൊപ്പം പെട്ടു, അപ്പോൾ കാഫർ ആയിട്ടില്ല എന്നതാണ്. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിനോട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ പാന്റ് ധരിക്കുന്നത്, ലുബ്സുൽ ബിൻതാൽ, ചില നാട്ടിലൊക്കെ പാന്റ് ധരിക്കാറുണ്ട്. ഇപ്പൊ അറബികൾ പാന്റ് അങ്ങനെ ധരിക്കാറില്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ ചോദ്യം വന്നിട്ടുള്ളത്. ചില നാട്ടിലൊക്കെ പാന്റ് ധരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അത് അനുവദനീയമല്ല, കാരണം അത് അടിസ്ഥാനപരമായി കാഫിറുകൾ കൊണ്ടുവന്ന വസ്ത്ര രീതിയാണ്, അല്ലെ? കാഫിറുകൾ കൊണ്ടുവന്ന വസ്ത്ര രീതിയാണ്, അതിലാർക്കും സംശയമില്ല. അത് കൊണ്ടുവന്നിട്ടുള്ളത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണ് അങ്ങനെയുള്ള പാന്റും ഷർട്ടും എന്നുള്ള രൂപം വന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ അവരെ അനുകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹദീസിന്റെ പരിധിയിൽ പെടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ ഹദീസ് അത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള വസ്ത്രധാരണ ഒരാൾ സ്വീകരിച്ചാലാണ്. പാന്റ് പോലെയുള്ള വസ്ത്രം ഇത് ഇന്ന് കുഫാറുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വസ്ത്രധാരണയല്ല, മറിച്ച് അത് മുസ്ലിമീങ്ങളിൽ ഒന്നടങ്കം അത് വ്യാപിച്ചിട്ടുണ്ട്. ആ വസ്ത്രധാരണ മുസ്ലിമീങ്ങളിൽ ഒന്നടങ്കം വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാളിപ്പോൾ പാന്റ് ഷർട്ടിട്ട് നടന്നതിനാൽ ആരും അത് ദൂരത്ത് നോക്കി ഒരു മുസ്ലിം അല്ല എന്ന് വിധിയെഴുതാറില്ല. കാരണം ആ വസ്ത്രരീതി മുസ്ലിമും കാഫറും എല്ലാവരും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്ത്രധാരണയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ അത് പെടുകയില്ല എന്നാണ്. അപ്പൊ ഈ ഹദീസിൽ പെടുന്നത് ഏതു മാത്രമാണ്? അവർ മാത്രം ധരിക്കുന്ന, അത് കണ്ടാൽ അവരുടെ വസ്ത്രധാരണ രീതിയാണ് എന്ന് പ്രത്യേകം തോന്നിപ്പിക്കുന്ന കാര്യം മാത്രമേ അതിൽ പെടുകയുള്ളൂ എന്നാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം മുൻകാലത്ത് ജൂതന്മാർ മാത്രം ധരിക്കുന്ന ചില വസ്ത്ര രൂപമുണ്ടായിരുന്നു, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിലക്കുമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു പ്രത്യേക രൂപത്തിലുള്ള തട്ടമാണത്. എല്ലാവരും ആ രൂപത്തിലുള്ള വസ്ത്രം, തട്ടം അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് പണ്ഡിതന്മാർ അത് കൃത്യമായി പറഞ്ഞു, അത് അവരെ സാദൃശ്യപ്പെടലല്ല. കാരണം അത് പൊതുവായ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടത് ഈ ഹദീസിന്റെ പരിധിയിൽ പെടുകയില്ല എന്നാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലാണ്, ഇത് കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറുന്നതായിരിക്കും. അവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്ത്രധാരണം അത് ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അത് പ്രചരിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് പാന്റിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അത് വളരെയധികം ഇറുകിയ രൂപത്തിലുള്ള പാന്റാണ് എങ്കിൽ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഇരിക്കാനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇബാദത്തുകളൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അല്ല, നമ്മൾ ചില ചെറുപ്പക്കാരൊക്കെ ആ രൂപത്തിൽ കാണുന്നുണ്ട്. അവരങ്ങനെ ടൈറ്റുള്ള പാന്റ് ഇട്ട് വളരെ ഇറക്കി താഴ്ത്തിയൊക്കെ ഇട്ട് അവര് സുജൂദിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഗുഹ്യ ഭാഗങ്ങൾ തന്നെ അത് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ, വളരെ നാണം കെട്ട രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ അവർ ഔറത്ത് തന്നെ പ്രകടമായി അത് കാണുന്ന രൂപത്തിലുള്ള, അതായത് അത് അതിന്റെ ആകൃതിയും മറ്റും കാണുന്ന രൂപത്തിലുള്ള അത്രയും ടൈറ്റായിട്ടുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്ന ചിലരുണ്ട്. ചിലർ വിചാരിച്ചു സ്ത്രീകൾക്ക് മാത്രമാണ് അങ്ങനെ ഷെയ്പ്പ് കാണുന്ന വസ്ത്രം ധരിക്കുന്നത് പാടില്ലാത്തത്. അല്ല, പുരുഷനാണെങ്കിൽ കൂടി അവന്റെ വസ്ത്രരീതി അത് മാന്യമായതായിരിക്കണം, ആ രൂപത്തിൽ മോശമായതാക്കാൻ പാടില്ല. എന്നാൽ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഷർട്ടും പാന്റും അത് അനുവദനീയമായ രീതി തന്നെയാണ്. പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഉറുഫ് നാട്ടിൽ ജനങ്ങൾക്ക് ആ ഒരു വസ്ത്രധാരണ രീതി ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നീട് അത് ഉപയോഗിക്കുന്നത് എന്തില്ല, തെറ്റില്ല. എന്നാൽ വിശ്വാസപരമായ വല്ലതും ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രധാരണ രീതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ആചാരമാണോ ആണ് എങ്കിൽ
അത് മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ പോലും സഹോദരങ്ങളെ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വെഡ്ഡിംഗ് റിംഗ് കല്യാണ വേളയിൽ ധരിപ്പിക്കുക, വരൻ വധുവിന് ധരിപ്പിച്ചു കൊടുക്കുക, വെഡ്ഡിംഗ് റിംഗ് കല്യാണ വേളയിൽ ധരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു വിശ്വാസപരമായ ഒരു കാര്യം അതിലുണ്ട്. കേവലം അതൊരു മോതിരം ധരിക്കുക എന്നുള്ളതല്ല. കാരണം മോതിരം ധരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ഈ വെഡ്ഡിംഗ് റിംഗിൽ അതിന് പ്രത്യേക ചില വിശ്വാസങ്ങൾ ഉണ്ട്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകും, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള തിവലയോടാണ് ബന്ധം. തിവല എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ ധരിപ്പിക്കുന്ന ചില വസ്തുക്കളാണ്. അത് ഭർത്താവിന് സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അത് ഷിർക്കാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്തിവലത്തു മിന ഷിർക്ക്. അങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യം അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് പൂർവ്വ പല ആചാരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള മോതിരങ്ങൾ പരസ്പരം ഈ വിവാഹ വേളയിൽ കൈമാറുക എന്നുള്ളത് നസ്രാണികളൊക്കെയാണ് പലപ്പോഴും അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത വിശ്വാസപരമല്ലാത്ത രൂപത്തിൽ ഭർത്താവ് ഭാര്യയ്ക്കൊരു മോതിരം വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് സാധാരണ അനുവദനീയമായ സ്വർണ്ണമല്ലാത്ത വെള്ളിയോ മറ്റോ ഒക്കെ ഉള്ളൊരു മോതിരം വാങ്ങിക്കൊടുക്കുന്നു, അത് തെറ്റില്ല. പക്ഷേ ഈ കല്യാണ വേളയിൽ അങ്ങനെ വെഡ്ഡിംഗ് റിങ്സ് കൈമാറുക എന്നുള്ളത് അത് ശരിയായ ഒരു ഏർപ്പാടല്ല, അത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാദൃശ്യപ്പെടൽ അത് വിശ്വാസപരമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെയുള്ള ചില ആഭരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകും. അതൊരു പ്രത്യേക വിശ്വാസത്തിന്റെ രൂപത്തിൽ ധരിക്കുന്നതായ ആഭരണങ്ങൾ. അത് കേവലം ഒരു സ്വർണം ധരിക്കലോ വെള്ളി ധരിക്കലോ അല്ല, മറിച്ച് അതിനൊരു പ്രത്യേക ആകൃതിയിലും അത് ധരിക്കുന്നത് കൊണ്ട് പ്രത്യേക ചില ഹൈറുകളൊക്കെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷർറിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആഭരണങ്ങളാണ് എങ്കിൽ, അത് കഴുത്തിലാകട്ടെ, അത് അരഞ്ഞാണമായിട്ടാകട്ടെ, അല്ലെങ്കിൽ പാദസരങ്ങളായിട്ട്, അതിന് പ്രത്യേക ഒരു വിശ്വാസപരമായിട്ടുള്ള വല്ല ബന്ധവും അതിനുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത്തരത്തിലുള്ളത് ധരിച്ചുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇനി ഹദീസിൽ നിന്നുള്ള ഫായിദകൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു. ഒന്ന്, അൽ ഹസ്സു അല തശബ്ബുഹി ബിസ്സാലിഹീൻ. സാലിഹ്യങ്ങളായ ആളുകളോട് സാദൃശ്യപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഹദീസ്. കാരണം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് നല്ല കാര്യത്തിൽ സാദൃശ്യപ്പെടാം, നല്ല ആളുകളെ സാദൃശ്യപ്പെടാം. സാലിഹ്യങ്ങളായ ആളുകളെ അവരെ പോലെ ഇബാദത്ത് ചെയ്തുകൊണ്ടും അവരെ പോലെ നല്ല ആളുകളായി നമ്മൾ സാദൃശ്യപ്പെട്ടാൽ അവരുടെ മര്യാദകൾ പഠിച്ച് അവരുടെ നല്ല രൂപത്തിലുള്ള ഇബാദത്തുകളൊക്കെ കണ്ടുപഠിച്ച് അതുപോലെ ആകാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതിന് ഇതിന് പ്രോത്സാഹനമുണ്ട്. കാരണം അവരെ സാദൃശ്യപ്പെട്ടാൽ നമുക്ക് അവരിൽ പെടാൻ സാധിക്കും. സാലിഹ്യങ്ങളെ സാദൃശ്യപ്പെട്ടാൽ നമുക്ക് അവരെ പോലെ ആകാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിനോട് സാദൃശ്യപ്പെടാൻ പറ്റും. അത് നല്ലതാണ്. ചില കവികൾ പറഞ്ഞതുപോലെ, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. നിങ്ങൾ സാദൃശ്യപ്പെടുക, നിങ്ങൾ അവരെ പോലെ ആയിട്ടില്ലെങ്കിലും നല്ല ആളുകളെ നിങ്ങൾ സാദൃശ്യപ്പെടുക. കാരണം നല്ല വ്യക്തിത്വങ്ങളെ സാദൃശ്യപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് വിജയമാണ്. അല്ല, നല്ല ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളുകളെ പോലെ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത്, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, അവരുടെ ഇബാദത്തിനെ കുറിച്ചും ഭൗതിക വിരക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അത് അവരെ പോലെ ആകാൻ നമുക്ക് എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. നമ്മൾ അവരുടെ പദവിയിലെത്തിയിട്ടില്ലെങ്കിലും അവരുടെ ആ ഒരു പാതയിലേക്ക് എത്താൻ അത് നമുക്ക് സഹായകമാക്കുന്ന കാര്യമാണ്. അതായത് സലഫു സ്വാലിഹിനെ പിൻപറ്റാൻ സഹോദരങ്ങളെ ഈ ഒരു ഹദീസ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ അതേ വിശ്വാസം, അവരുടെ അതേ മൻഹജ്, അവരെ ഇബാദത്തുള്ളതുപോലെ നമ്മൾ ഇബാദത്ത് ചെയ്യുക, ഇതിലൊക്കെ നമുക്ക് പിൻപറ്റാൻ ഈ ഹദീസ് കാരണമാകും. ഇതിന്റെ ഒരു പോസിറ്റീവ് വശം നമ്മൾ മനസ്സിലാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും രൂപങ്ങളും അവരുടെ വിശ്വാസ കാര്യങ്ങളും വിട്ടുനിൽക്കുക എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നല്ല ആളുകളെ നമ്മൾ സാദൃശ്യപ്പെടാൻ നോക്കുക, നല്ല ആളുകളെ നമ്മൾ സാദൃശ്യപ്പെടാൻ നോക്കുക. ഫഹുവ മിൻഹും, എങ്കിൽ അവർക്ക് നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ നല്ല ആളുകളെ പ്രത്യേകിച്ചും സലഫു സാലിഹ്യങ്ങളൊക്കെ നമ്മൾ സാദൃശ്യപ്പെടുന്ന സമയത്ത് അവരുടെ അതേപോലെയുള്ള നടത്തം, അവരുടെ അതേപോലെയുള്ള വസ്ത്രം, ഇതൊക്കെ നമ്മൾ സാദൃശ്യപ്പെടേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതല്ല, നമ്മൾ വസ്ത്രധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പൊതുവേ സ്വീകരിച്ചിട്ടുള്ള വസ്ത്രധാരണമാണോ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഒരു കാര്യം അത് ഹറാമല്ല എങ്കിൽ, നിഷിദ്ധമല്ല എങ്കിൽ നാട്ടിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ലത്. പ്രത്യേകിച്ചും
നമ്മൾ സുന്നത്താണ് എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നാട്ടിൽ ഒരു ശുഹറത്തായി മാറുന്നുണ്ട് എങ്കിൽ, അത് ഇട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളത് ഉപയോഗിക്കുന്നതിനേക്കാളും ആ നാട്ടുകാർ ഉപയോഗിക്കുന്നതായ നല്ല വസ്ത്രം. അദ്ദേഹം പ്രത്യേകം നേരത്തെ പറഞ്ഞ ഫത്വയിൽ ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു സൗദി അറേബ്യയിൽ ഒരാൾ പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുക എന്നുള്ളത് ശുഹറത്താണ്, അങ്ങനെ ചെയ്യരുത്. പാൻറ്റും ഷർട്ടും അനുവദനീയമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെ അങ്ങനെ ആരും ധരിക്കാറില്ല, അത്തരത്തിലുള്ള ജോലികളോ മറ്റോ ആവശ്യമുള്ള ആളുകൾക്ക് അല്ലാതെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ വേറെ ചില നാടുകളിൽ അവിടെ സൗദി അറേബ്യയിലുള്ള അതേപോലെയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് ശുഹറത്തായി തോന്നുന്നുണ്ട് എങ്കിൽ, അവിടെ ആരും ധരിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളേ ഇല്ല എങ്കിൽ അത് അവിടെ ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. പിന്നീട് അദ്ദേഹം പറയുന്നാൽ ചില നാട്ടിൽ രണ്ടും ഉണ്ടാകും. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അവർ ഈ രൂപത്തിലുള്ള പാൻറ് ഷർട്ടൊക്കെ ധരിക്കുന്നവരുണ്ടാകും, അതല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ടാകും. അങ്ങനെ മിശ്രിതമായിട്ടാണ് എങ്കിൽ അത് രണ്ടും ധരിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ദീൻ പഠിക്കുന്ന ആളുകളൊക്കെ ആ രൂപത്തിൽ നല്ല വസ്ത്രധാരണ സ്വീകരിക്കുക എന്നുള്ളത് പണ്ടു മുതൽ എല്ലാ നാടുകളിലും അത് അങ്ങനെ പുലർത്തിപ്പോകുന്ന കാര്യമാണ്. പണ്ഡിതന്മാരൊക്കെ അത് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അത്തഹദീർ മിൻ തശബ്ബുഹി ബിൽ കുഫാർ, കുഫാറുകളോട് സാദൃശ്യപ്പെടുന്നതിൽ നിന്നും താക്കീതാണ്. ശരി, ഇതിന്റെ ഹുക്ം എന്താണ്? ഫഹുവ മിൻഹും എന്ന് പറഞ്ഞു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും അങ്ങനെ സാദൃശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, അതിന്റെ ഹുക്ം എന്താണ്? അതിന്റെ ഹുക്ം അത് ഹറാമാണ് എന്നാണ്, നിഷിദ്ധമാണ് എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി അദ്ദേഹം എഴുതിയ ഒരു കിതാബാണ്. അദ്ദേഹം പറയുന്നുണ്ട് അഖല്ലു അഹ്വാലി ഹാദൽ ഹദീസി അത്തഹരീം, ഈ ഹദീസിന്റെ ഏറ്റവും കുറഞ്ഞൊരവസ്ഥ എന്ന് പറയുന്നത് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിഷിദ്ധമാണ്. അതായത് മറ്റൊരു വിഭാഗത്തിന്റെ വസ്ത്രധാരണം നമ്മൾ അതേപോലെ പകർത്തുക, അവരുടെ ഒരു പ്രത്യേക ആചാര്യന്മാർ ധരിക്കുന്ന ഒരു വസ്ത്രരീതി അതേപോലെ പകർത്തുക എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ രൂപം അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ്. വഇൻ കാന ളാഹിറുഹു യഖ്തളി കുഫ്റൽ മുതശബ്ബഹ ബിഹിം, കാരണം അവന്റെ ബാഹ്യമായ ആ രൂപം അത് കുഫറിനോടാണ് സാദൃശ്യമുള്ളത് എങ്കിൽ പോലും, അത് കുഫറിനോടാണ് സാദൃശ്യമുള്ളത് എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ്. അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നെ ഒരു ഫായിദ അദ്ദേഹം പറയുന്നത് അന്നഹു മത്താ ഹസല ശബ്ഹ് സബതൽ ഹുക്ം, എപ്പോഴാണോ സാദൃശ്യം ഉണ്ടായത് അപ്പോൾ അതിന്റെ വിധി വന്നു എന്ന് പറഞ്ഞാൽ, ചിലർ പറയും ഞാൻ അങ്ങനെ സാദൃശ്യപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അതിന്റെ ഉദ്ദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. നീ ബാഹ്യമായി അങ്ങനെയുള്ള ഒരു കോലം കെട്ടിയാൽ, ഒരു വിഭാഗത്തിന്റെ പ്രത്യേക രൂപം, അവരെ മാത്രം തിരിച്ചറിയുന്നതായ രൂപം നീ ബാഹ്യമായി കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഹുക്ം അത് വന്നു. ഫഹുവ മിൻഹും എന്ന് പറയുന്ന ഹദീസിന്റെ ഹറാം അവൻ പ്രവർത്തിച്ചു എന്നത് പറയാൻ സാധിക്കുന്ന അതിന്റെ വിധി അങ്ങനെയായി മാറും. എന്നാൽ അവന്റെ ഉദ്ദേശം എന്താണ്? അത് അവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അവന്റെ ബാഹ്യമായി അവൻ ഫഹുവ മിൻഹും, ഈ ഹദീസിന്റെ വിധി അവൻ വിധിക്കാൻ മതിയായതാണ്, അവൻ സാദൃശ്യപ്പെടുക എന്നുള്ളത് തന്നെ മതിയായതാണ്. നിന്റെ നീയത്ത് പരിഗണിക്കപ്പെടേണ്ടതില്ല, പരിഗണിക്കുകയില്ല. പക്ഷേ അവൻ ഏതുദ്ദേശത്തിലാണ് ഇത് ധരിച്ചത് എന്നൊക്കെ അത് അവനും അല്ലാഹുവായിട്ടുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും ബാഹ്യമായി അവൻ ഒരാൾ സാദൃശ്യപ്പെട്ടാൽ പിന്നെ എന്റെ നീയത്ത് അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറയുന്നത് കൊണ്ട് കാര്യമില്ല. സാദൃശ്യപ്പെട്ടാൽ അത് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് മറ്റു മതസ്ഥര് അവരിൽ നിന്നും പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിക ഹിജാബൊക്കെ വലിച്ചു മാറ്റിക്കൊണ്ട് മറ്റ് പാശ്ചാത്യരെന്താണോ വേഷം കൊണ്ടുവരുന്നത്, അവരെന്താണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ധരിക്കുക. അല്ലെ, പെട്ടെന്ന് കണ്ടാൽ ഒരു മുസ്ലിം സ്ത്രീയാണോ അല്ലെ നസ്രാണിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കോലമാണ് പല സ്ത്രീകളും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഫഹുവ മിൻഹും, ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. സ്ത്രീകൾ ഹിജാബ് മാറ്റി അതല്ലാത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെ അവർക്ക് നിഷിദ്ധമായ കാര്യമാണ്. അതോടൊപ്പം അത് മറ്റു മതസ്ഥരിൽ നിന്നും കൊണ്ടുവന്നാൽ, അല്ലെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിജാബ് അല്ലാത്ത ഏതൊരു വസ്ത്രധാരണ രീതി സ്വീകരിച്ചാലും മിക്കവാറും ഈ രൂപത്തിലാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞ സ്ത്രീകൾക്ക് എല്ലാ കാലത്തും ഒരേ വേഷമാണ്. നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവരിന്നും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രധാരണ രീതി അത് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും ശേഷക്കാരും ഏറ്റവും ഉന്നതമായ തലമുറയിലുള്ള ആളുകളൊക്കെ ധരിച്ച അതേ വസ്ത്ര രീതിയാണ് സ്ത്രീകൾ ഇന്നും ധരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പുരുഷന്മാരിൽ പലതും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചതുപോലെയുള്ള തുണിയും മേൽമുണ്ടും ഇസാറും രിദാഉം ഒന്നും നമ്മളിന്ന് ധരിക്കുന്നില്ല. പക്ഷെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി അങ്ങനെ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു മതസ്ഥർ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണകൾ അവർ സ്വീകരിക്കുന്ന സമയത്ത് ബാഹ്യമായി നോക്കുമ്പോൾ തന്നെ അത് മുസ്ലിമാണോ അല്ല കാഫിറത്താണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പലപ്പോഴും സ്ത്രീകൾക്കുള്ളത്. അതുകൊണ്ട് അത് വലിയ കടുത്ത തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഈ ഹദീസ് ബാധകമാകുന്ന മറ്റു ചില രംഗങ്ങളാണ്.
അവിശ്വാസികളായ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് അവർ ധരിക്കുന്ന, പ്രത്യേകിച്ചും അവരത് ആഘോഷങ്ങൾക്ക് മാത്രമായി ധരിക്കുന്ന ചില പ്രത്യേക വേഷവിധാനങ്ങൾ മുസ്ലിമായ ആണും പെണ്ണും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒക്കെ ധരിക്കുന്ന ഒരവസ്ഥ വളരെ ഖേദകരമായ അവസ്ഥയാണ് അല്ലെ? ഇപ്പോൾ നടക്കുന്ന ഓണവുമായി ബന്ധപ്പെട്ട് അത് യഥാർത്ഥത്തിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള അവരുടെ ഒരു ആഘോഷമാണ്. അത് അവർക്ക് ആഘോഷിക്കാം എന്നല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്താണ് നമ്മുടെ റോൾ? നമുക്ക് രണ്ട് ഈദേ ഉള്ളൂ. അവരുടെ ആഘോഷങ്ങൾ അത് അവർക്ക് ആഘോഷിക്കാനുള്ളതാണ്. നമുക്കതുമായി യാതൊരു ബന്ധവും നമുക്കില്ല. പക്ഷെ ചിലർക്ക് ഞാൻ വലിയൊരു ഞാനൊരു വലിയ സോഷ്യലാണ്, ലിബറലാണ്, എനിക്കങ്ങനെ എൻ്റെ മതം മാത്രം അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ മതങ്ങളെയൊക്കെ ആദരിക്കുകയും എല്ലാ മതങ്ങളോടൊക്കെ എനിക്ക് വലിയ കൂറുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ ഈ രീതി അവർ പിൻപറ്റുന്നത് കാണാൻ സാധിക്കും. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകം ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട്, അല്ല, ഒന്നാമത് അവർ ഹിജാബ് ഇല്ലാതെ പുറത്തിറങ്ങുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അതോടൊപ്പം അങ്ങനെ ഹൈന്ദവ സ്ത്രീകൾ ധരിക്കുന്നതായ രൂപം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുക എന്നുള്ളത് ഈ ഹദീസിൽ പെടുകയാണ്. അതുപോലെ പുരുഷന്മാരായ ആളുകൾ പ്രത്യേകം കസവുമുണ്ടും അതുപോലെയുള്ള ഷർട്ടും ഒക്കെ ധരിച്ച് അതിനോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഇത് ശരിയായ കാര്യമേ അല്ല. അത് ഒരിക്കലും ശരിയായ കാര്യമേ അല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടു. അതായത് ആ ബാഹ്യമായ രൂപത്തിൽ അവൻ അവരിൽ പെട്ടിരിക്കുന്നു, അവനൊരു ഹറാം നിഷിദ്ധം പ്രവർത്തിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുൻതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു. ഫഖാൽ, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, ഏ കുട്ടി, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹുവിനെ സംരക്ഷിക്കുക, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നീ സംരക്ഷിക്കുക. യഹ്ഫദുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നീ സംരക്ഷിക്കുക, അവനെ നിനക്ക് മുന്നിൽ കാണാവുന്നതാണ്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. റവാഹു തിർമിദി വഖാല ഹസനുൻ സ്വഹീഹ്. ഈ ഹദീസ് സഹോദരങ്ങളെ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഈ ഹദീസ് കുറച്ചുകൂടി വലിയൊരു ഹദീസാണ്, ഇതിനേക്കാൾ അല്പം കൂടുതലുണ്ട്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കുൻതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു ഒരിക്കൽ എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പിന്നിൽ നടന്നു വരികയായിരുന്നോ അതല്ല വാഹനപ്പുറത്തായിരുന്നോ എന്നത് ഈ ഒരു റിവായത്തിൽ വ്യക്തമല്ല. എന്നാൽ മറ്റു പല റിവായത്തുകളും പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്തായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വാഹനപ്പുറത്ത് രണ്ടാളുകൾ സഞ്ചരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ട് നിബന്ധനകൾ പറഞ്ഞു. ആ മൃഗത്തിന് അത് താങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണം. മൃഗത്തെ വേദനിപ്പിക്കാൻ പാടില്ല. ചെറിയൊരു കഴുതയെ വാങ്ങിയിട്ട് രണ്ടാളുകൾ കയറി അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് പാടില്ലാത്തതായിരിക്കും. അതല്ല, ഒരു ശക്തനായ ഒരു കുതിരയാണ് അല്ലെങ്കിൽ ശക്തനായ ഒരു കഴുതയാണ്, ഒട്ടകമാണ്, രണ്ടാൾക്ക് പറ്റുമെങ്കിൽ അത് അനുവദനീയമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പിന്നിലുള്ള ആളുകൾ തെറിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വല തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്ന് ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ചിലപ്പോൾ വലിയ റിസ്ക് എടുത്തിട്ടൊക്കെ ആൾക്കാർ 3-4 ആളുകളൊക്കെ പോകുന്ന സമയത്ത് വലിയ അപകടമുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അപകടത്തിൽപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാര്യമൊന്നും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. നമുക്ക് അപകടമുണ്ടാകുമെന്ന് തോന്നുന്ന കാര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്? യാ ഗുലാം എന്നാണ്. ചില റിവായത്തിൽ യാ ബുനയ്യ, പൊന്നുമോനെ എന്ന രൂപത്തിലും കാണാം. ഗുലാം എന്ന് പറയുന്ന വാക്ക് അത് ഒരു കുട്ടി ജനിച്ചത് മുതൽ പ്രായപൂർത്തി എത്തുന്നത് വരെ വിളിക്കുന്ന ഒരു വാക്കാണ് ഗുലാം എന്ന് പറയുന്ന വാക്ക്. പ്രായപൂർത്തി എത്തി 1-2 വർഷം കഴിഞ്ഞാലും ഗുലാം എന്ന് വിളിക്കാമെന്നാണ്. പ്രായപൂർത്തിയോടെത്തി 1-2 വർഷം കഴിഞ്ഞാലും ഗുലാം എന്ന് വിളിക്കാം. അതായത് ഒരു 12 വയസ്സുള്ള കുട്ടി ഗുലാമാണ്. 13, 14, 15, 16, 17 ഇതൊക്കെ ഗുലാം എന്ന അറബി ഭാഷയിൽ വിളിക്കാൻ പറ്റിയ ഒരു വാക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ചെറിയ കുട്ടികൾ, ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് 3 പേര് വിളിക്കാം. ഒന്ന് തിഫ്ല് കുട്ടി,
സബീ കുട്ടി തന്നെ, ഗുലാം കുട്ടി, ചെറിയ കുട്ടികളെ ഈ 3 പേരും വിളിക്കാം. എന്നാൽ ഒരു തമീസിന്റെ പ്രായത്തിയാൽ, അതായത് നിസ്കാരം നമ്മളോട് കൽപ്പിക്കാൻ പറഞ്ഞൊരു പ്രായമുണ്ട് 7 വയസ്സ്, ആ പ്രായത്തിയാൽ പിന്നെ തിഫിൽ എന്ന് പറയില്ല. പിന്നെ നമുക്ക് ബാക്കി സൊബിയും ഗുലാം, 7 വയസ്സുള്ള കുട്ടി അറബിയിൽ സൊബി എന്നും ഗുലാം എന്നും പറയും. പിന്നീട് സഹോദരങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ പ്രായപൂർത്തി എത്തിയാൽ ആ ഒരു വയസ്സ് വരെ ഗുലാം എന്ന് പറയും, ഗുലാം എന്ന് പറയും. അതിനുശേഷം പ്രായപൂർത്തിക്ക് ശേഷം 18 വയസ്സ് വരെ ഫത, യുവാവ് എന്നാണ്, ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിലാണ് പറയാ, ചെറുപ്പമുള്ള കുട്ടി. അതിനുശേഷമുള്ള ഫത എന്ന് പറയും. പിന്നീട് 18 മുതൽ 40 വയസ്സ് വരെ കുട്ടിക്ക് പറയുന്ന പേര് ഷാബ് എന്നാണ്. അതിനുശേഷം പിന്നെ ഷെയ്ഖാണ്, വയസ്സായ ആളായി മാറുകയാണ്, ഷാബ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലാം എന്ന് വിളിച്ചത്? അദ്ദേഹം വലിയ ആളല്ലേ? ഈ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം വലിയ ആളാണ്. പക്ഷേ ഈ ഹദീസ് സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രേ പ്രായമുള്ളൂ? 14, 15, 16 ആ രൂപത്തിലെ പ്രായമുള്ളൂ. കാരണം ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ, മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന്റെ 3 അല്ലെങ്കിൽ 5 വർഷം മുമ്പാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ജനിച്ചത് എന്നാണ്. അപ്പോൾ അവിടുത്തെ പ്രായം അത്രയേ ഉള്ളൂ, 14, 16 ഒക്കെ പ്രായം മാത്രമേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയാണ് എന്നാണ്. ഇതിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ ഒരുപാട് ഫായിദകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളെ പരിഗണിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്തത് കാണാൻ സാധിക്കും. പല വലിയ ആൾക്കാരാകുമ്പോൾ, പ്രത്യേകിച്ചും വലിയ സ്ഥാനത്തൊക്കെ എത്തിയാൽ ചിലരങ്ങനെ കുട്ടികളൊന്നും പരിഗണിക്കൂല, അങ്ങനെ കുട്ടികളൊന്നും നല്ലൊരു സദസ്സിലൊന്നും കൊണ്ടിരുത്തൂല, കുട്ടികളൊക്കെ അങ്ങനെ അകറ്റുന്നൊരു ശീലമായിരിക്കും. കുട്ടി എന്ന് പറയുന്ന ആ സദസ്സാകെ അലങ്കോലാക്കുന്ന ചെറിയ കുട്ടിയെ കൊണ്ടിരുത്തണം എന്നല്ല, പക്ഷേ ഒരു പക്വതയും പാകതയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകും, 12, 13 വയസ്സുള്ള. പലപ്പോഴും പല ആളുകളും അങ്ങനെയുള്ള കുട്ടികളൊന്നും പരിഗണിക്കുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ഉപദേശങ്ങളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, എത്ര വലിയ പ്രാർത്ഥനകളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വയസ്സിൽ അവർക്കതിന് സാധിക്കുമെന്നുള്ളതിന് തെളിവാണത്. അപ്പൊ നമ്മൾ കുട്ടികളെ അവരൊന്നും കളിക്കേണ്ടവരാണ് എന്ന ചിന്ത നമ്മൾ മാറ്റണം. അവർക്ക് ഈ രൂപത്തിലുള്ള വലിയ വലിയ ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ശരിക്കും അതിന്റെ മാറ്റം ഉണ്ടാവുമെന്നാണ്. കുട്ടിയൊക്കെ നമ്മൾ ആ രൂപത്തിൽ പരിഗണന കൊടുത്ത് ആ രൂപത്തിൽ അവർക്കൊരു തർബിയത്ത് കൊടുക്കുമ്പോൾ അവരിലും ആ പ്രകടമായ മാറ്റം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതൊരു വിനയത്തിന്റെ ലക്ഷണം കൂടിയാണ്. കിബ്റുള്ള ആളുകൾ അവർക്കതിന് സാധിക്കുകയില്ല. കാരണം ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുക, ചെറിയ കുട്ടികളൊക്കെ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് അവർക്കൊരു മോശം പോലെയാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ അങ്ങനെ അടുത്തിരുത്തി യാത്ര ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വിനയത്തിൽപ്പെട്ടതാണ് അവിടുത്തെ വാഹനം പുറത്ത് 2 ആളെയൊക്കെ കൊണ്ടുപോകും. അറബികളുടെ കൂട്ടത്തിലൊക്കെ വലിയ വലിയ നേതാക്കന്മാരും അങ്ങനെയുള്ള വലിയ പ്രമാണിമാരൊന്നും ഒരു വാഹനത്തിൽ 2 ആളെ കൊണ്ടുപോവുകയില്ല എന്നാണ്. ഒറ്റ ആളെ പോവുള്ളൂ. അങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു പവർ. അങ്ങനെയാണ് പോവുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പലപ്പോഴും കഴുതയെ വാഹനമായി സ്വീകരിച്ചിരുന്നു. അറബികളിലെ വലിയ പണമുള്ളവരും അധികാരമുള്ള ആളുകളൊന്നും അത് സ്വീകരിച്ചിരുന്നില്ല. അവിടുന്ന് കഴുത ഉപയോഗിച്ചിരുന്നു, വിനയം കാണിച്ചിരുന്നു. അതുപോലെ വാഹനത്തിൽ 2 പേരെ കയറ്റി അങ്ങനെ വിനയം കാണിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ സംസാരം നോക്കൂ സഹോദരങ്ങൾ, എങ്ങനെയാണ് ആരംഭിച്ചത്? യാ ഗുലാം, ചില റിവായത്തിലൊന്നോ യാ ബുനൈ, അങ്ങനെ ആണ് സംസാരിക്കുന്നത്. ഇത് വലിയ തഅ്സീർ ഉണ്ടാക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന ആളോട് നല്ല രൂപത്തിൽ അഭിസംബോധന നടത്തുക എന്നുള്ളത് സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തൊട്ടടുത്താണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹം തൊട്ടടുത്താണ്. എന്നിട്ടും യാ ഗുലാം എന്ന് വിളിക്കുന്നത് അതൊന്നുകൂടി ശ്രദ്ധ കിട്ടാനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിന്റെ റിവായത്തുകളിൽ തുടക്കത്തിൽ ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ എന്ന് കാണാം, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. വേറെ ചില റിവായത്തിൽ അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, അലാ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെ, കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതെ അള്ളാന്റെ റസൂലെ, താങ്കൾ പഠിപ്പിച്ചു തന്നാലും എന്ന് പറയാൻ. അതിനുശേഷമാണ് നമ്മുടെ കിതാബിലുള്ളതുപോലെ ഇഹ്ഫളില്ലാഹ് യഹ്ഫൽക് എന്ന കാര്യം പറയുന്നത്. സഹോദരങ്ങൾ, വലിയൊരു ഉപദേശമാണത്. ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹിഫ്ള് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ കൽപ്പനകളെ നീ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകളെ നീ മാനിക്കുക എന്നുള്ളതാണ്. അവന്റെ ദീനി ചിഹ്നങ്ങളെ, അവനെ നീ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലാണ്, നമ്മളത് സ്വീകരിക്കും. അത് അത്രയും ബഹുമാനത്തോടു കൂടിയാണ്. അതാണ് ഇഹ്ഫളില്ലാ എന്ന് പറയുന്ന അർത്ഥം. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലക്ക് മുകളിലാണ്, നമ്മൾ അത് സ്വീകരിക്കുന്നതായിരിക്കും, നമ്മളത് താഴെ ആക്കുകയില്ല.
നമ്മുടെ ചെരുപ്പിന് താഴെ ആക്കുകയില്ല. അള്ളാഹിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സ്വീകരിക്കുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കതിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേഹേച്ഛ അറുത്ത് കളയുന്നതാണ്. നമ്മുടെ ദേഹേച്ഛയേക്കാൾ റബ്ബ് അത് വിലക്കിയിട്ടുണ്ട് എങ്കിൽ ഞാനത് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിന്റെ ഏതൊരു കാര്യത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ ഉണ്ടായാൽ അതിനെ നമ്മൾ സംരക്ഷിക്കും, അതിനെ ലംഘിക്കുകയില്ല, അതിന് നമ്മൾ ലംഘിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ യദ്ഖുലു ഫീ ഹാദിഹിൽ ജുംല അൻ തഹ്ഫദൽ ഇൽം, ഒരാൾ ഇൽമു മനപ്പാഠമാക്കുക എന്നുള്ളത് ഇതിൽ പെടുമെന്നാണ്. ഇഹ്ഫദില്ലാ എന്ന് പറഞ്ഞതിൽ ഇതിൽ പെടുമെന്ന്. കാരണം നമ്മൾ ഹിഫ്ളാക്കുന്ന മനപ്പാഠമാക്കുന്ന ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അവന്റെ സംസാരമാണ്, അത് ഇതിൽ ഉൾപ്പെടുമെന്നാണ്. ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മത്നുകളാകട്ടെ ഹദീസുകളാകട്ടെ ഇതെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുക എന്നതിൽ പെടുന്ന അതിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജസാ എന്താണ്, പ്രതിഫലം എന്താണ്? ഇഹ്ഫദില്ലാ യഹ്ഫദുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉണ്ടാകും. അതിനാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നത്. നീ അല്ലാഹുവിന്റെ ദീനിന്റെ വിധവിലക്കുകൾ സംരക്ഷിച്ചപ്പോൾ നിന്നെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. നമുക്ക് അങ്ങനെ ഒരുപാട് ആ രൂപത്തിലുള്ള അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതേ ഇനത്തിൽ തന്നെ അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഒരുപാട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, ഒരാൾ നിന്നോട് നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മകൾ ചെയ്യണം എന്ന് നീ ആഗ്രഹിച്ചാൽ നീ ജനങ്ങളോട് നന്മ ചെയ്യുക, അള്ളാഹു അതേപോലെ നിനക്ക് പ്രതിഫലം നൽകും. അള്ളാഹു തആല നിനക്ക് പുറത്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ജനങ്ങൾക്ക് വിട്ടുവീഴ്ചയും മാപ്പും ഒക്കെ കൊടുക്കുക. ആർക്കും വിട്ടുവീഴ്ച കൊടുക്കൂല. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് സംഭവിച്ച ഒരാൾക്കും മാപ്പ് കൊടുക്കൂല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മാപ്പ് നൽകുക? അള്ളാഹുവിന്റെ സഹായം നിനക്ക് കിട്ടണമെങ്കിൽ നീ ജനങ്ങളെ സഹായിക്കുക, അള്ളാഹുവിന്റെ പടപ്പുകളെ സഹായിക്കുക. അള്ളാഹു അങ്ങനെയാണ് പ്രതിഫലം നൽകുക. നീ എന്താണോ ചെയ്യുന്നത് അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയതാണ്, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ ദുനിയാവിൽ പ്രയാസങ്ങൾ നീക്കി കൊടുത്താൽ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ അവന്റെ പ്രയാസം നീക്കി കൊടുക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹു തആല നമുക്ക് ദുനിയാവും ആഖിറത്തും ഒക്കെ സഹോദരങ്ങളെ നന്നാക്കി നൽകും എന്നാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല, നമുക്കൊരു പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇഹ്ഫദില്ലാ, ഞാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകളൊക്കെ പാലിക്കുന്ന ഒരുത്തനാണ്, ഞാനൊക്കെ 5 നേരം നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, പാവങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ ദീനിന്റെ വിധിവിലക്കുകളൊക്കെ എല്ലാം ഞാൻ കൃത്യമായി പരമാവധി ചെയ്യാൻ നോക്കുന്നതാണ്, ഒരു ഹറാമിൽ ഞാൻ പോയി പെടാറില്ല, പരമാവധി ശ്രദ്ധിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു യഹ്ഫദുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്കൊരു പരീക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നുള്ളതല്ല. കാരണം പരീക്ഷണങ്ങൾ ചിലപ്പോൾ നിന്റെ മസ്ലഹത്താണ്, നിനക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. നമുക്കറിയില്ല, ചില പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഖിയാമത്ത് നാളിൽ വലിയ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ ആഖിറത്തിലെത്തിയ ആളുകൾ ചിന്തിക്കുന്നത്, പരീക്ഷണങ്ങൾ കാണുന്ന ആളുകളെ കാണുമ്പോൾ ചിന്തിക്കുന്നത്, ദുനിയാവിൽ എൻ്റെ ഈ ശരീരാവയവങ്ങളൊക്കെ വല്ല കത്രികകൾ കൊണ്ട് അതങ്ങനെ കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര വലിയ റാഹത്തായിരിക്കും ഇപ്പോൾ. കാരണം ദുനിയാവിൽ ഒരുപാട് പരീക്ഷണം കിട്ടിയ ആളുകൾക്ക് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകും, അവരുടെ പാപങ്ങളൊക്കെ അത് പുറത്തു കൊടുത്തിട്ടുണ്ടാകും, വലിയ വലിയ സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകും. അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുക എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ സംരക്ഷിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഇഹ്ഫദില്ലാ, ഞാൻ ദീനിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്ന ആളാണ്, ഞാൻ നല്ല ദീന് പഠിക്കുന്ന ആളാണ്, ഞാൻ മസ്ജിദിലൊക്കെ 1ാമത്തെ സഫിലെത്തുന്ന ആളാണ്, പിന്നെന്തേ പരീക്ഷണം എന്ന് ചിന്തിക്കരുത്. കാരണം ചില പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ അത് അള്ളാഹു തആല നമുക്ക് ഖൈറുണ്ടാക്കുന്ന കാര്യമായി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നാണ്. എന്താണ് അള്ളാഹു തആല നമുക്ക് ഇങ്ങോട്ട് നൽകുന്ന വലിയ വലിയ സംരക്ഷണം? എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദീൻ അള്ളാഹു തആല സംരക്ഷിക്കുമെന്നാണ്. ഇപ്പൊ ദീനിൽ നിന്ന് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ പാലിക്കുന്ന ആളുകളെ അള്ളാഹു അതിൽ ഉറപ്പിച്ചു നിർത്തും. അതുപോലെ ദേഹേച്ഛകൾ വ്യത്യസ്ത രൂപത്തിൽ ക്ഷണിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ പാലിക്കാൻ ശ്രദ്ധിക്കുന്നവന് അള്ളാഹു തആല അത് അവനെ ഉറപ്പിച്ചു നിർത്തും, അവനെ ഇസ്തിഖാമത്തിൽ നിർത്തും. അവനെ പിഴപ്പിക്കുന്ന ഫിത്നകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞു ഇഹ്ഫദില്ലാ, അതായത് തൊട്ടു നേരെ പറഞ്ഞ അതേ അർത്ഥം, തജിദ്ഹു തുജാഹക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തജിദ്ഹു അമാമക്, നിന്റെ മുന്നിൽ കാണാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിന്നെ സഹായിക്കുന്നവനായിക്കൊണ്ടുണ്ടാകും. നിനക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അല്ലാഹു തആല നിന്നെ സഹായിക്കും.
നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹൈറ് നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്റെ നീയത്തിനെ ശക്തിപ്പെടുത്തി തരുമെന്നാണ്. നീ ഒന്ന് ചിന്തിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്ക് അള്ളാഹു താല അവൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ചെയ്യാനുള്ള നീയത്ത് അള്ളാഹു ശക്തിപ്പെടുത്തി തരും. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നിട്ടേ ഉള്ളൂ ഒരു നന്മയെക്കുറിച്ച്. പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായി പെട്ടെന്ന് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് തട്ടിമാറ്റും, നിനക്ക് സംരക്ഷണം നൽകും. അള്ളാഹുവിന്റെ ഉന്നതമായ വിലായത്ത് ലഭിച്ച ആളുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ കണ്ണുകൾ അള്ളാഹുവിന്റെ കണ്ണായി മാറും, അവരുടെ കൈകൾ അള്ളാഹുവിന്റെ കൈയായി മാറും, അവരുടെ കാതുകൾ അള്ളാഹുവിന്റെ കാതായി മാറും. ഹദീസ് കേട്ടിട്ടുണ്ടാകും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയില്ലാത്ത ഒന്നും കാണുകയില്ല, തൃപ്തിയില്ലാത്ത ഒന്നിലും അവർ സ്പർശിക്കുകയില്ല, തൃപ്തിയില്ലാത്ത ഒന്നും അവർ കേൾക്കുകയില്ല. ഈ രൂപത്തിൽ റബ്ബ് തിന്മകളിൽ നിന്നും നിനക്ക് സംരക്ഷണം നൽകും. തജിദുഹു തുജാഹക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന അടുത്ത വാക്യം വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നീ ചോദിക്കുക എന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു മുഅ്മിൻ അവൻ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവന്റെ ചോദ്യങ്ങളെല്ലാം റബ്ബിനോട് മാത്രമായിരിക്കും. അവൻ പടപ്പുകളോട് ഒരാളോടും ഒന്നും ചോദിക്കുകയില്ല. അവൻ ആവർത്തിച്ച് കേണപേക്ഷിക്കുന്നതെല്ലാം അവന്റെ റബ്ബിനോടാണ്. ചോദ്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കുന്നവനാണ് ഏറ്റവും വലിയ തൗഫീഖ് കിട്ടിയ ആൾ. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഇതിന് രണ്ട് മർത്തബകളുണ്ട്. ഒന്ന് വാജിബായ ചോദ്യമുണ്ട്, ഒന്ന് മുസ്തഹബായ ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വാജിബായ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അത് മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങളാണ്. അപ്പൊ ഇദാ സഅൽത ഫസ്അലില്ലാഹ് എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കണം. ഏതുപോലെ? അള്ളാഹു താലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹു താലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ പാടില്ല. പാപമോചനം അള്ളാഹു താലയോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ല. നാളെ റബ്ബിന്റെ അടുക്കൽ നിന്നാണ്, റബ്ബാണ് നമുക്ക് ശുപാർശ നൽകുക. ഷഫാഅത്ത് റബ്ബിനോടെ ചോദിക്കാൻ പാടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പാടില്ല. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ ദുനിയാവിൽ തന്നെ ഒരാളോട് നമ്മൾ പറയാണ്, നീ നാളെ ആഖിറത്തിൽ എത്തിയാൽ, നല്ലൊരു സാലിഹായ മനുഷ്യനോടാണെന്ന് കരുതുക, ആഖിറത്തിൽ എത്തിയാൽ എന്നെ നീ കാണുകയാണെങ്കിൽ നീ എനിക്ക് ഷഫാഅത്ത് അവിടുന്ന് തരണേ എന്ന് ചോദിക്കുകയാണ്. നേർക്ക് നേരെയാണ് പറയുന്നത്, പക്ഷെ അതുപോലും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഷഫാഅത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അനുമതി കൊടുക്കാതെ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. പിന്നെ അങ്ങനെ ഇയാളോട് ചോദിക്കുന്നത്, ഇയാൾക്ക് അനുമതി ഉണ്ടെന്ന് എങ്ങനെ നിനക്കറിയാം? ഇയാൾക്ക് അനുമതി ഉണ്ടോ എന്ന് അവിടെ വെച്ച് അറിയുകയുള്ളൂ, ഭൂമിയിൽ വെച്ച് ഒരാൾക്കും അറിയുകയില്ല ആർക്കാണ് അനുമതി ഉള്ളത് എന്നുള്ളത്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഇന്നയാൾക്ക് ശുപാർശ ചെയ്യാൻ എങ്ങനെ സാധിക്കാനാണ്? ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട, അള്ളാഹു തആല ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ ശുപാർശ പറയാനുള്ള അവസരം റബ്ബ് അവിടെ കൊടുക്കുകയുള്ളൂ. ഇനി ആർക്കാണ് ശുപാർശ കിട്ടേണ്ടത്? അതും റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന ആളുകൾക്കേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹു തആലയോട് മാത്രം ചോദിക്കുക. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ എത്ര ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു. കുട്ടികളില്ലാത്ത ആളുകൾ ജാറങ്ങളിൽ പോയി, അതിന് സ്പെഷ്യലൈസ് ആയ ജാറങ്ങൾ ഉണ്ട് എന്നാണ്, അവിടെ പോയി പറഞ്ഞാൽ കുട്ടികളെ കിട്ടും. മറ്റെന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകൾ നടക്കുന്നില്ല, എങ്ങനെ നോക്കിയിട്ടും കച്ചവടങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്നു, വിദേശത്തേക്കുള്ള വിസകളൊന്നും റെഡിയാകുന്നില്ല, അതിനുവേണ്ടി പോകേണ്ട പ്രത്യേക ജാറങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ ജാറങ്ങളിലൊക്കെ പോയി അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലാത്ത ആളുകളോട് ചോദിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ഹദീസ് കണ്ടിട്ടില്ലേ? വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഇത് വാജിബായ ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം മുസ്തഹബായ ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തആലയോട് മാത്രം ചോദിക്കൽ മുസ്തഹബാണ്, വാജിബല്ല. എന്ന് പറഞ്ഞാൽ അല്ലാത്തവരോട് ചോദിക്കുന്നത് കൊണ്ട് നീ കുറ്റക്കാരനാകുന്നില്ല, പക്ഷെ നല്ലത് റബ്ബിനോട് തന്നെ ചോദിക്കലാണ്. ഏതുപോലെ? ഭൗതികമായ കാര്യങ്ങൾ, നമുക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടാവും, റിസ്കിന്റെ വിഷയത്തിൽ ആവശ്യങ്ങളുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ജനങ്ങളോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇതുപോലും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തന്നെ ചോദിച്ച് നമ്മൾ പഠിക്കുക. എന്തുകൊണ്ടാണത്? കാരണം റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമകളിലൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിന്റെ കാരണക്കാരൻ ആരാണ്? അള്ളാഹു തആലയാണ്. ഈ പറയുന്ന പടപ്പുകൾ കാരണം മാത്രമാണ്. ഒരു ധനികൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ടുള്ള ഒരു കാരണമാണ്. അവൻ ഒരുപാട് പാവപ്പെട്ടവളെ സഹായിക്കും. അവൻ ആരാണ് കാരണക്കാരനാക്കിയത്? അള്ളാഹുവാണ്. ആരാണ് അവന് സമ്പത്ത് കൊടുത്തത്? അള്ളാഹുവാണ്. ആരാണ് അവനെ തോന്നിപ്പിച്ചത് കൊടുക്കണം? അള്ളാഹുവാണ്. അതുകൊണ്ട് നീ ആരോട് ചോദിക്കാനാണ് ഏറ്റവും നല്ലത്? ആ റബ്ബിനോട് തന്നെ ചോദിക്കുക. ഈ ധനികന് സമ്പത്ത് കൊടുത്ത
അതേ റബ്ബ് നിനക്ക് നൽകും, അതേത് വഴിയിലാണെങ്കിലും. ചിലപ്പോൾ ഈ ധനികൻ തന്നെ നിനക്ക് കൊണ്ടുതരും, നീ അവനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഇസ്സത്ത് ഉയർന്നു തന്നെ നീ നിന്നു, നീ റബ്ബിനോടാണ് ചോദിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനുള്ള വഴി എളുപ്പമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പടപ്പുകളോട് ചോദിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദനീയമാണ്. അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ അനുവദനീയമാണ്. അതല്ലാതെ നമ്മളിങ്ങനെ കാണുന്ന ആളുകളോടൊക്കെ നമ്മൾ ആവശ്യങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിക്കുക എന്നുള്ളത് അത് നല്ലതല്ല. മുൻഗാമികളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരിൽ ചിലർ അവരുടെ വാഹനമൃഗങ്ങളിൽ നിന്നും ചാട്ടവാർ താഴെ വീണാൽ അതുപോലും അവർ മറ്റൊരാൾ ചോദിക്കാൻ മടിച്ചിരുന്നു എന്നാണ്. അവർ തന്നെ ഇറങ്ങിയിട്ട്, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന പോലെയല്ല, കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും അവർ തന്നെ ഇറങ്ങിയിട്ട് അത് എടുത്തു പോകും. എന്താണ്, നമ്മൾ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് ഒരാവശ്യം എനിക്കത് വേണം എന്ന് പറയുന്ന സമയത്ത് അതൊരു കടമായിട്ടാണെങ്കിൽ പോലും ചോദിക്കുന്ന സമയത്ത് അതൊരു പ്രയാസമാണ്, നമ്മളൊരു തരം താഴലാണ്, നമുക്ക് താഴെ തട്ടി പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ മാർഗമില്ല, ചോദിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ആവശ്യം അത്രക്ക് വന്നാൽ മാത്രം സഹോദരങ്ങളെ നമ്മൾ ചോദിക്കുക. അതല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റബ്ബിനോട് തന്നെ ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനൊരു വഴി ഉണ്ടാക്കി തരും എന്ന യഖീനോടുകൂടി നമ്മളത് ചോദിക്കുക. വഇദ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ നീ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുക. ഇവിടെയും രണ്ട് രൂപത്തിലുള്ള സഹായതേട്ടമുണ്ട്. ഒന്ന് വാജിബായ സഹായതേട്ടം, അത് റബ്ബിനോടേ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം സഹായിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, റബ്ബിന് മാത്രം നമ്മൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഹിദായത്തിൽ സഞ്ചരിക്കാൻ റബ്ബിന് മാത്രമേ അതിന് സഹായം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റൊരാൾ സഹായം ചോദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങൾ, ദീനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ റബ്ബിന്റെ സഹായം വേണം, റബ്ബിനെ ഓർക്കാൻ റബ്ബിന്റെ സഹായം വേണം. അപ്പോൾ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട സഹായതേട്ടം, അത് റബ്ബിനോട് മാത്രം ചോദിക്കൽ വാജിബാണ്, നിർബന്ധമാണ്, അതല്ലെങ്കിൽ പാടില്ല. ഇനി മുസ്തഹബായ സഹായതേട്ടം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ റബ്ബിനോടല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പറ്റുന്ന, നമ്മൾ ഭൗതികമായ പല വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന കാര്യം എന്നെ സഹായിക്കണം, എന്നെ അങ്ങോട്ട് പോകാൻ സഹായിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, ഇത് അനുവദനീയമായ കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇസ്ലാമിൽ ഒരു വളരെ മനോഹരമായ ഒരു ഖായിദ അല്ലെങ്കിൽ മനോഹരമായ ഒരു രീതി നോക്കൂ. പണ്ഡിതന്മാർ പറഞ്ഞു, യുക്റഹു ലിൽ ഇൻസാനി അൻ യസ്തഈന ബിൽ മഖ്ലൂഖ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടപ്പുകളോട് സഹായം ചോദിക്കുക എന്നുള്ളത് കറാഹത്താണ്. അതായത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യത്തിലല്ല, അത് ഹറാമാണ്, ശിർക്കാണ്. ഞാൻ പറയുന്നത് അതല്ലാത്ത കാര്യങ്ങൾ, ഭൗതികമായ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പടപ്പുകളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. എന്നാൽ വയുസ്തഹബ്ബു ലിൽ മഖ്ലൂഖി അൻ യുഈനൽ മഖ്ലൂഖ്, ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് അത് മുസ്തഹബായ കാര്യമാണ്. അപ്പം ഞാൻ മറ്റൊരാൾ സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ കറാഹത്താണ്, ചോദിക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ വേറൊരു വ്യക്തിക്ക് എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളെ ചോദിക്കാതെ തന്നെ നമ്മൾ കൊടുക്കുക എന്ന രൂപത്തിൽ രണ്ടു കൂട്ടർക്കും ഇസ്സത്ത് ഉണ്ടാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ നിയമങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളെ അറിയിച്ചു. ആരെങ്കിലുമൊക്കെ പ്രയാസപ്പെടും നമ്മൾ പോയി കണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ. ചോദിക്കാതിരിക്കാൻ ഇപ്പുറത്തെ ആളുകളോടും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയുള്ള രൂപത്തിൽ സഹോദരങ്ങളെ എത്ര മനോഹരമാണ് ദീനിന്റെ കാര്യം എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം സഹോദരങ്ങളെ ഈ ഹദീസിൽ പിന്നീട് പറയുന്ന കാര്യമുണ്ട്, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് ഖതബല്ലാഹു ലക. നിങ്ങൾക്ക് തന്ന ഹദീസിന്റെ കോപ്പികളിലില്ല, കാരണം ബുലൂഗുൽ മറാമിൽ അത്രയേ കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഈ ഹദീസിന്റെ ബാക്കി എന്താണ്, നീ മനസ്സിലാക്കുക, ഈ ഉമ്മത്ത് മുഴുവൻ ഒരുമിച്ച് കൂടി നിനക്ക് വല്ല ഉപകാരവും ചെയ്യണമെന്ന് അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നേരത്തെ നിനക്ക് തീരുമാനിച്ച കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റബ്ബിനോട് ചോദിക്കണം എന്ന് പറയുന്നത്. അത് അതിന്റെ കാരണമായിട്ട് പറഞ്ഞതാണെന്നാണ് പറയുന്നത്. എല്ലാവരോടും നീ സഹായം ചോദിച്ചു, റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ എഴുതിയത് അതേ നിനക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, റബ്ബിനോട് തന്നെ ചോദിക്കൂ. അതുപോലെ തന്നെ അവരെല്ലാവരും കൂടിയിട്ട് വലൗ ഇജ്തമഉ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക. എല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും സഹോദരങ്ങളെ ആ ഉപദ്രവം നിനക്ക് കേൾക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ്. റുഫിഅത്തിൽ അഖ്ലാം, പേന ഉയർത്തിയിട്ടുണ്ട്. വജഫത്തിസ് സുഹുഫ്, അത് എഴുതിയിട്ടുള്ള ഏടുകൾ അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം റബ്ബ് തീരുമാനിച്ചതുപോലെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കാനുള്ള പാഠവും സഹോദരങ്ങളെ ഈ ഹദീസിൽ ഉണ്ട്. ഇത്രയാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമുള്ള ഹദീസ് وعن سهل بن سعد رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال, ഒരു മനുഷ്യൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്
വന്നു. അപ്പം ഇങ്ങനെ ഹദീസുകളിൽ ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞാൽ അതാരാണ് എന്നൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. കാരണം ചോദിക്കപ്പെടുന്ന വിഷയങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അയാൾ ചോദിച്ചത്? യാ റസൂൽ അല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, ദുല്ലനി അല അമലിൻ, എനിക്കൊരു പ്രവൃത്തി അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എനിക്ക് കാണിച്ചു തരണം. ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്, അത് ഞാൻ ചെയ്താൽ അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടും. വ അഹബ്ബനി നാസ്, ജനങ്ങളും അതോടൊപ്പം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ, ജനങ്ങളുടെ സ്നേഹം കിട്ടാൻ അങ്ങനെയുള്ള പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക. യുഹിബ്ബുക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ വിരക്തി കാണിക്കുക. യുഹിബ്ബുക അന്നാസ്, ജനങ്ങളും അപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുക എന്നാണ്. അപ്പം വളരെ മഹത്തരമായ ചോദ്യമാണ് സഹാബി ഇവിടെ ചോദിക്കുന്നത്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളൊരു കാര്യം ഇതിൽ നിന്ന് പാഠമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളുണ്ട്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് നിസ്കാരമാണ്. തൗഹീദുള്ള ഒരാൾ അല്ലാഹുവിന് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അത് നിസ്കാരമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വ്യക്തികളെ ഇഷ്ടപ്പെട്ടതായി ഹദീസിൽ കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അല്ലാഹു തആല പ്രത്യേകം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ഇസ്ഹദ് ഫി ദുനിയ, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ നമ്മുടെ ഹൃദയം ദുനിയാവുമായി ബന്ധപ്പെടുന്നത് ഇല്ലാതായി തീരും. റബ്ബിലേക്ക് നമ്മുടെ ഹൃദയം ബന്ധപ്പെടും. ദുനിയാവിനോട് വലിയ ആഗ്രഹവും അതിനോടുള്ള വലിയ, അത് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, അതാണ് സുഹുദിന്റെ മറ്റൊരു പര്യായമായി പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരാൾ സുഹുദുണ്ട്, സമ്പത്ത് ഉള്ള ഒരാൾ സുഹുദുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ ബാലൻസ് വളരെ കുറഞ്ഞു എന്നല്ല. 1000 ഉറുപ്പ്യ ബാലൻസ് ഉള്ളവൻ നല്ല ജാഹിദും, കോടിക്കണക്കിന് ബാങ്കിൽ ബാലൻസ് ഉള്ളവൻ ജാഹിദ് അല്ലാത്തവനുമല്ല. കോടിക്കണക്കിനുള്ളവനും ജാഹിദാകാം. എങ്ങനെയാണ്? അവൻ പണവുമായി അവന്റെ ഹൃദയബന്ധം എന്താണ് എന്നാണ്. അവൻ ആ കോടിക്കണക്കിന് ബാലൻസിൽ ഇനി ഒരു കോടി വന്നാലും അവനൊരു മൈൻഡും ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ തൃപ്തിപ്പെടണം, അള്ളാഹു തആലയായിട്ടാണ് അവന്റെ ഖൽബ് എപ്പോഴും ബന്ധപ്പെട്ടത്. എന്റെ എത്ര പൈസ കിട്ടിയിട്ട് എന്താ കാര്യം, റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ പോകാനൊരു നിമിഷം പോലെ എന്ന് പറഞ്ഞാൽ അവൻ ആ പണത്തിൽ യാതൊരു ബന്ധവുമില്ല. അത് വലിയ പാടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു കോടിയിൽ നിന്നും പെട്ടെന്ന് 50 ലക്ഷം പോയി, എന്നാലും അവനൊരു പ്രയാസമില്ല. റബ്ബിന്റെ ഖദർ, അള്ളാഹിന്റെ ഖദർ, അത് പോയി. അവൻ ആ സമ്പത്ത് കൊണ്ടുള്ള ബന്ധം കാരണത്താൽ ആ പണവുമായിട്ടുള്ള ഖൽബ് അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ ചിലപ്പോൾ വളരെ കുറഞ്ഞ സമ്പത്തുള്ള ഒരാൾക്കോ കുറെ കിട്ടാൻ എപ്പോഴും സമ്പത്തിന്റെ പിന്നാലെ ചിന്ത തന്നെ ആയിരിക്കും. ഉള്ള ബിസിനസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ എന്നാലും അങ്ങനെ ചിന്ത തന്നെ ആയിരിക്കും മനസ്സിൽ. അവനെ സംബന്ധിച്ച് ഉള്ളത് പോകുന്നതും പേടിയായിരിക്കും. അപ്പൊ അങ്ങനെയല്ല ഒരാൾ ജാഹിദാണോ അല്ലേ എന്ന് പറയുന്നത്. അവന് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, അവൻ സമ്പത്തിനോടുള്ള കാര്യം ഈ ദുനിയാവിൽ ജീവിച്ചു പോകണം. അതാണ് അവൻ സമ്പത്തിനെ കാണുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കഴുതയെ പോലെ നമ്മുടെ ആവശ്യം കഴിയണം, അല്ലെ? അങ്ങനെ പോകണം. അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിനെ പോലെ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ടോയ്ലറ്റ് ആവശ്യമാണ്, പക്ഷേ ആ ടോയ്ലറ്റിനകത്ത് നമ്മൾ എപ്പോഴും ഇരിക്കാറില്ല. ആവശ്യം കഴിഞ്ഞാൽ അതിനായിട്ട് യാതൊരു ബന്ധം നമ്മുടെ മനസ്സിലേ ഇല്ല, അതുകൊണ്ട് ചിന്തിക്കില്ല. അങ്ങനെ ഒരു റൂമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല, അവിടെ നമ്മൾ പോവുകയും കൂടിയില്ല. അതുപോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ ദുനിയാവിനോടായാൽ നമ്മുടെ ബന്ധം ആഖിറത്തിനോടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടെ ആകും. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടും. അതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അതുപോലെ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടാൻ വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ വിരക്തി കാണിക്കണം, എങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടും. ഇത് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരാൾ നമ്മുടെ കയ്യിലുള്ള കാര്യത്തിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്, അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ചില ആൾക്കാർ എന്തായിരിക്കും, ഇപ്പം നമ്മുടെ കയ്യിൽ നല്ലൊരു വാച്ച് കണ്ടു, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും വസ്തു കണ്ടു, വേറെ ആൾ വന്നിട്ട് നല്ല വാച്ചാണ്, അങ്ങനെയാണ് ഇബ്നു ഉസൈമീൻ പറയാണ്. ആദ്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയാം. രണ്ടാമത്തെ ഘട്ടത്തിലാവും അത് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു, അത് അങ്ങനെ ആരെങ്കിലൊക്കെ തരാൻ ഉദ്ദേശിക്കുകയാണ്, നല്ല അടുത്ത ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ജനങ്ങളുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് വലിയ ഇതില്ലെങ്കിൽ അദ്ദേഹം മിക്കവാറും പല ആളുകളും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തരും. പക്ഷെ തന്നാൽ പോലും ഈ ചോദിച്ചവനോടും ഈ രൂപത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചവനോടും മനസ്സിൽ വലിയൊരു സ്നേഹമൊന്നും ഉണ്ടാവില്ല. അത് പൊതുവെ അങ്ങനെയാണ്. നമ്മൾ ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുള്ള താല്പര്യം കുറയും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവരുടെ കയ്യിലുള്ളത് കിട്ടണം. ഇപ്പോൾ എത്ര വലിയ പണക്കാരനായാലും അവൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ തരി എന്ന രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ തന്നതിനെ കൊണ്ട് അവനൊരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അവൻ്റെ പണം, അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ, അതിനോട് നീ വിരക്തി കാണിച്ചിട്ടില്ലെങ്കിൽ അവന് നിന്നോട് ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ അതിനോട് നീ വിരക്തി കാണിച്ചാലോ, അതിലെ നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളത് മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് ആരും ഇഷ്ടപ്പെടൂല.
അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ ജനങ്ങൾ നിന്നെ തിരിച്ച് ഇഷ്ടപ്പെടുന്നതാണ്. യുഹിബ്ബകന്നാസ്, ജനങ്ങൾ നിന്നെ തിരിച്ചിഷ്ടപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിലുള്ള ചില ഫായിദകൾ പെട്ടതാണ്. ഒന്ന്, ഇസ്ബാത്തു മഹബ്ബത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത്, സ്നേഹം എന്ന് പറയുന്നത് അല്ലാഹു തആലക്കുള്ള സിഫത്താണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആ സിഫത്തിനെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ സിഫത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ അതുകൊണ്ട് പറയുന്നത് അത് പ്രതിഫലമാണ് എന്നൊക്കെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. അല്ല, പ്രതിഫലം എന്ന് പറയുന്നത് സ്നേഹം അള്ളാഹുവിനുണ്ടായാൽ അള്ളാഹു നൽകുന്ന കാര്യമാണ്. അത് അള്ളാഹു തആല പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അല്ല, മഹബ്ബ എന്ന് പറഞ്ഞാൽ സ്നേഹമല്ല എന്ന് മനസ്സിലാക്കുക. ദുനിയാവിനോട് വിരക്തി കാണിക്കാനുള്ള പ്രോത്സാഹനം ഈ ഹദീസിലുണ്ട്. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് വിരക്തി കാണിക്കാനുള്ള പ്രോത്സാഹനം ഈ ഹദീസിൽ ഉണ്ട്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ചോദിക്കുന്നതല്ല, നമ്മളൊരു വായ്പ ചോദിക്കുന്നതാണെങ്കിൽ പോലും അത് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ ജനങ്ങളുടെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗം തേടുക എന്നുള്ളത് തെറ്റല്ല എന്നാണ്. കാരണം ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞിട്ടില്ല? നീ ജനങ്ങളുടെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല, അവർ ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി അതൊന്നും നീ നോക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരെ തൃപ്തിപ്പെടുത്തി അവരെ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരെ ഇഷ്ടം പറ്റുക എന്നുള്ളതല്ല. മറിച്ച് ശരീഅത്ത് അനുവദിക്കുന്ന ഈ രൂപത്തിൽ ജനങ്ങളുടെ സ്നേഹം കിട്ടേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് അത് നല്ല കാര്യം തന്നെയാണ്. അത് ജനങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നല്ല ബന്ധം നമ്മുടെ ഭൗതിക വിരക്തി ഉണ്ടായാൽ ഉണ്ടാകും എന്ന ഈ രണ്ട് കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു കേട്ടതുപോലെ പ്രവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.